ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആൾക്ഷാമം വളരെ രൂക്ഷമായിട്ട് തുടരുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ ഈ പരിമിതികളിൽ വീർപ്പ് മുട്ടുക തന്നെയാണ് ഓരോ മെഡിക്കൽ കോളേജുകളും. ഇപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് ആശുപത്രി പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. 4500 നഴ്സുമാർ വേണ്ടെടുത്ത് ഇപ്പോൾ 700 നഴ്സുമാർ മാത്രമാണ് ഉള്ളത്. ദിനംപ്രതി എത്തുന്ന രോഗികളുടെ എണ്ണമാകട്ടെ 2500-ലധികവുമാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4000-ഓളം പേർ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. അരുൺ കൊടുങ്ങൂരുണ്ട് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ മഴക്കാലമാണ്, ഇതിനിടയിൽ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെ തന്നെയായിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വേണ്ടത്ര നഴ്സുമാരോ ഡോക്ടർമാരോ പരിചരിക്കാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ പിഴവുകൾ സംബന്ധിച്ചൊക്കെ തന്നെ റിപ്പോർട്ട് വന്നപ്പോൾ ആരോഗ്യമന്ത്രിയോട് മെഡിക്കൽ കോളേജ് അധികൃതർ അടക്കം പറഞ്ഞത് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുന്നതെന്നാണ്. സർക്കാർ ആശുപത്രിയിലാണ് ഈ ഗതികേട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. വെരി ഗുഡ് മോർണിംഗ് രജനി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതായത് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമാണ്. വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല മറ്റ് സമീപ ജില്ലയിൽ നിന്നും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരിടം. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ച ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വിശ്വാസ്യതയ്ക്ക് വലിയ കോട്ടം തട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ വലിയ പ്രതിസന്ധി തീർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്താണ് നമ്മൾ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയിരുന്നത്. എന്താണ് ഇതിനൊരു അടിസ്ഥാനപരമായ കാരണം? എപ്പോഴും ഈ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജോലിക്ക് എത്തുന്ന നേഴ്സുമാരുടെ ഒരു ഗണ്യമായ കുറവ്, ഡോക്ടർമാരുടെ കുറവ്, അങ്ങനെ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ആതുരാലയമായി ഈ സർക്കാർ മെഡിക്കൽ കോളേജ് മാറുകയാണ്. അതുതന്നെയാണ് ഇത്തരം ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ ഇടയുള്ള ഒരു കാരണം. നേരത്തെയൊക്കെ തന്നെ പലതവണ ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എല്ലാം തന്നെ നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും സംഘടനകളെല്ലാം തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനിയെങ്കിലും ഈ പനിയുടെ ഒരു സീസണിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പക്ഷേ ഈ സമയത്ത് പോലും വേണ്ടത്ര ജീവനക്കാരില്ലാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഓരോ ദിവസവും പനി അടക്കം ബാധിച്ച് ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളുകളും, അതോടൊപ്പം തന്നെ നിപ്പ അടക്കം പൊട്ടിപ്പുറപ്പെട്ട ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് എന്ന് ഒരിക്കലും നമുക്ക് മറക്കരുത്. അതോടൊപ്പം തന്നെ വെസ്റ്റ് നൈൽ രോഗം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്ഥിരീകരിച്ചത്. അങ്ങനെ ഏത് പകർച്ചവ്യാധിയും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ലയായി കോഴിക്കോട് മാറിയിരിക്കുകയാണ്. പക്ഷേ നമ്പർ 1 കേരളമാണ്. ആരോഗ്യ കേരളത്തിൽ ഭയങ്കര പുരോഗതികൾ ഉണ്ട് എന്ന് ഇവർ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ജീവനക്കാർ, ഡോക്ടർമാർ എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലും ആരോഗ്യമന്ത്രിയോട് നേരിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു ഒരു നടപടിയില്ല. പലതവണയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആരോഗ്യമന്ത്രി സന്ദർശിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നേഴ്സുമാരുടെ സംഘടന, ഡോക്ടർമാരുടെ സംഘടന ഇതെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ കാര്യമായ ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് നഗ്നമായ സത്യം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ ഇവർ പോകുകയാണ്. അമിത ജോലിഭാരം എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരുന്നു. പലരും മാനസിക സമ്മർദ്ദത്തിലേക്ക് തന്നെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം വരുന്നു. എന്തായാലും രാവിലെ മുതൽ ആരംഭിക്കുന്ന ഈ രോഗികളുടെ തിരക്ക് വൈകുന്നേരം വരെ തുടരുന്ന ഒരു സാഹചര്യം. പല ആളുകളും പലതും അമിതമായ സമയം ആശുപത്രിയിൽ ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ തന്നെ വരുന്നു. എന്തായാലും അടിയന്തരമായ ഒരു പ്രശ്നപരിഹാരം ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വീഴ്ചകളൊക്കെ തന്നെ ഇതിനൊരു ന്യായീകരണം അല്ല എങ്കിൽ പോലും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ ഈ വാർത്തയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും പൊതുജന ആരോഗ്യത്തിന് തന്നെയാണ് അത് ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത്. നമ്മളെല്ലാം തന്നെ വിശ്വസിച്ച് പോകുന്ന സർക്കാർ ആതുരാലയങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഒരു അനാസ്ഥ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ തന്നെയാണ് ഈ വാർത്തയിലൂടെ നമ്മൾ പുറത്തേക്ക് എത്തിക്കുന്നത്. രജനി.
യെസ്, തീർച്ചയായിട്ടും അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്പർ 1 കേരളം, ആരോഗ്യ കേരളം എന്നൊക്കെ തന്നെ വീമ്പടിക്കാമെന്നല്ലാതെ സർക്കാർ ആശുപത്രികൾ പോലും വീർപ്പുമുട്ടുകയാണ് ചെയ്യുന്നത്. വേണ്ടത്ര ഡോക്ടർമാരോ നഴ്സുമാരോ പോലും ഇല്ലാതെ പല സർക്കാർ ആശുപത്രികളിലും ഈ ഒരു ഗതികേട് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മറ്റ് ജില്ലകളിലുള്ളവർ വരെ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു ഗതികേടുണ്ട്. എത്രയും വേഗം തന്നെ ഇതിലൊരു ഇടപെടൽ നടത്തണം എന്നാണ് പറയേണ്ടത്. കാരണം ദിനംപ്രതി ഈ മഴക്കാലം കൂടെ വന്നതോടെ ദിനംപ്രതി രോഗികളുടെ എണ്ണം, പകർച്ചപ്പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണത്തിലും വർധനവാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ തന്നെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആവശ്യത്തിന് പോലും ഡോക്ടർമാരില്ലാത്ത ഒരവസ്ഥ, ഇതിൽ പ്രതിഷേധമൊക്കെ തന്നെ ശക്തമാക്കുവാൻ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘടനയൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കൂടി. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.